ഹലോ ഡിയേഴ്സ്, അപ്പൊ നിങ്ങൾ എല്ലാവരും കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിരുന്നു പഠിക്കുന്ന ഒരു സമയമായിരിക്കും. പിന്നീട് കെമിസ്ട്രി കഴിഞ്ഞ് ബയോളജി അതുപോലെ തന്നെ ഫിസിക്സ് മാത്സിനൊക്കെ പഠിക്കുന്നവരുണ്ടാകും. മാത്സിന് മറ്റ് സബ്ജക്റ്റുകൾക്കൊക്കെ കുറച്ചുകൂടി സമയമുണ്ട്. എന്തായാലും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട 4 ക്വസ്റ്റ്യനുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ഷോട്ട് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കരുത്. അതാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്ത് കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സോ മാത്രമല്ല, നമുക്ക് സമയത്തിൻ്റെതായ പരിമിതികൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്ത കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. സോ നമുക്ക് അതിലോട്ടൊക്കെ പോകാം. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ട് ലൈക്ക്, കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പറയാം. നോക്കൂ നിങ്ങൾ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്താണ്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അപ്പൊ ഈ 4 റിയാക്ഷൻ നിങ്ങൾ കേട്ട് പഠിക്കണേ. അത് കോഡ് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ ആക്കിയിട്ടാണ്, നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കോഡുകൾ വെച്ചിട്ടും സിമ്പിൾ ആക്കിയിട്ടാണ് ഇതിനകത്ത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉള്ളത് എന്നറിയാം. അപ്പൊ എന്തായാലും ഈ ഒരു ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് നമ്മുടെ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ പോകുന്നത്. ഫിംഗൽസ്റ്റീൻ ഓഡിറ്റോറിയത്തിലേക്കാണ്. അവിടെ ആളുകൾ എന്താണ്, നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, അവിടെ ഒരു കല്യാണമാണ് നടക്കാൻ പോകുന്നത്. ഫിംഗൽസ്റ്റീൻ ഓഡിറ്റോറിയത്തിലെ ആ ഒരു കല്യാണത്തിൽ വധുവായി എത്തിയിരിക്കുന്നത് റസ്നയാണ്. റസ്ന കണ്ടോ നിങ്ങൾ, റസ് പ്ലസ് എന്ന് എഴുതണം കേട്ടോ. അപ്പൊ റസ്ന എന്ന് ഒറ്റയടിക്ക് അങ്ങ് എഴുതരുത്. റസ് പ്ലസ് ന, റസ്നയാണ്. റസ്ന എന്ത് ചെയ്തിട്ടുണ്ട്, അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നിരിക്കുന്ന റസ്നയെ, അപ്പൊ ഞാൻ റസ്നയെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഫിംഗൽസ്റ്റീൻ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുന്ന റസ് പ്ലസ് ന, റസ്ന. റസ്ന അങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്ന സമയത്ത് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, റിനാസ് കൂടി സ്റ്റേജിൽ എത്തുകയാണ്. അപ്പൊ റീ പ്ലസ് നാസ് എന്ന് എഴുതണം കേട്ടോ. അപ്പൊ റസ്ന, റിനാസ്. അങ്ങനെ റസ്ന വധു, വരൻ റിനാസ്. റിനാസിനെ കണ്ടിട്ട് റസ്ന അത്ഭുതപ്പെടുകയാണ്, മനസ്സിലാകുന്നില്ല ആരാണ് ഇതെന്ന്. കാരണം അത്രമാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് റിനാസ്. അപ്പൊ റിനാസ് പറയുകയാണ് റസ്നയോട്, റസ്ന നീ നോക്കണ്ട, ഞാൻ തന്നെയാണെന്ന്. റസ്ന ഞാൻ തന്നെയാണ്. അപ്പൊ അവിടെ ഒരു സോഡിയത്തിന് കൂടെ ഇടണം. റസ്ന ഞാൻ തന്നെയാണ് റിനാസ്. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റേജിൽ ആരുണ്ട്, നമ്മുടെ ഡ്രൈ അസറ്റ് ഓനുണ്ട് കേട്ടോ. അപ്പൊ ഓന് കൂടി അതിനകത്ത് എന്തുണ്ട്, സ്റ്റേജിൽ ഉണ്ടെന്ന് മറക്കണ്ട, ഡ്രൈ അസറ്റോൺ. അപ്പൊ ഇതിനകത്ത് ഇതാണ് സംഭവം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. റസ്ന റിനാസിന്റെ കല്യാണം നടന്നത് ഫിംഗൽസ്റ്റീൻ ഓഡിറ്റോറിയത്തിലാണ്, ഓർത്ത് വെച്ചാൽ മതി, പിന്നീട് ജന്മത്തിൽ മറക്കത്തില്ല. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആക്കിയിട്ട് കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സുകൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആയി ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നല്ല സ്കോറിലോട്ട് എത്താൻ സാധിക്കട്ടെ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഈ ഒരു അതുപോലെ തന്നെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സന്തോഷ വാർത്ത പറയാം. ഈ ഒരു 6 നിങ്ങൾക്ക് ഇനി എന്താക്കാം എന്നറിയാം. ഇവിടെ ഒരു ചെയിന് കൊടുക്കാം, CH3 എന്നാക്കാം. ഇനി CH3 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സിന് നിങ്ങൾക്ക് ഒരു BR കൊടുക്കാം. ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ, അപ്പം 6ന് CH3 കൊടുക്കുക, എക്സിന് BR കൊടുക്കുക, ബാക്കി പിന്നെ NaI, പിന്നെ ഡ്രൈ അസറ്റോൺ ഒക്കെ അതുപോലെ നിങ്ങൾക്ക് എഴുതാം. ഈ 6 എന്താക്കി, നമ്മളൊരു CH3 ചെയിൻ ആക്കി. പിന്നെ I അവിടെ നിന്നോട്ടെ, എക്സിനെ നമ്മൾ എന്താക്കി, ഒരു BR ആക്കി. അപ്പൊ ഒരു എക്സാമ്പിളും ആയില്ലേ, സെറ്റ് ആയില്ലേ. അപ്പൊ ഇനി ഇതിനെ എങ്ങനെ എഴുതാം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ കോഡ് വെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പറയുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്. സാധാരണ ഇത് പലരും ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ ടു ഗീവ് ആൽക്കൈൽ അയഡൈഡ് എന്നൊക്കെ പറയുമ്പോഴേക്ക് ഓർത്ത് വെക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ റസ്ന റിനാസിന്റെ കല്യാണം ഫിംഗൽസ്റ്റീൻ ഓഡിറ്റോറിയത്തിലാണ് നടന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ച് എഴുതാനും അതിന്റെ എക്സാമ്പിൾ അടക്കം എഴുതാനും പറ്റും. അപ്പൊ ഇങ്ങനെ കോഡുകളാക്കി പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾക്ക് എന്ത്, അഡ്ഡപടലം ഫെയിലായി 5 മാർക്കുമായി വന്നവരെ 24ലോട്ടും, അതുപോലെ അതൊക്കെ ലേറ്റ് ആയിട്ട് ജോയിൻ ആയിട്ട് 6-27ലോട്ടും, അതുപോലെ അഡ്ഡപടലം ഫെയിലായി 5-7 ഒക്കെ, അതുപോലെ +1 ഫിസിക്സിൽ 8, +2ലാണെങ്കിൽ 5-7 28ലോട്ട്, കെമിസ്ട്രിയും ഫെയിലായിരുന്നു 29ലോട്ട്, അതുപോലെ 6-32 കേസുകൾ. ഈ ഒരു കേസുകൾ 9 T മാർക്ക് വന്ന് ഫെയിലായിട്ട് പിന്നീട് കണ്ടോ, ബയോളജി 15 കണ്ടായിരുന്നു അവർ ഫെയിലായപ്പോൾ. പിന്നെ കെമിസ്ട്രിയിൽ 36, ബയോളജിയിൽ 39ലോട്ടും, അതുപോലെ ഈ ഒരു കേസ് A+ അടുത്ത് വരെ എത്തി ഫെയിലായി. പിന്നെ എഴുതിയപ്പോൾ വീണ്ടും ഫെയിലായി. പിന്നെ ബാച്ചിൽ ജോയിൻ ആയിട്ട് +1ൽ 36 ഡബിൾ പാസ്, +2ൽ അറൗണ്ട് A+ന്റെ അടുത്ത് 6 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ A+ ആയി. ഈ ഒരു കേസ് ആണെങ്കിലും അങ്ങനെ 6 മാർക്ക് 35 ആയ കേസുകൾ, അങ്ങനെ 9, 31, 16. ഇത് ഡബിൾ ഫിസിക്സിലാണ്, ഇത് +2 ഫിസിക്സിലാണ്. 40-നടുത്ത് ഫെയിലായി വന്ന ഒരു സ്റ്റുഡന്റിന് നോക്കണം നിങ്ങൾ, 17, 30, അങ്ങനെ 10, 28, 14, 32. ഇത് കുറഞ്ഞ മാർക്കിൽ നിന്ന് കൂടിയ മാർക്ക്. ഇതല്ലാതെ ഒരുപാട് കേസുകളുണ്ട്. ബയോളജിയും മാത്സും 3ാമത് ആദ്യം ഫെയിലായി, വീണ്ടും ഫെയിലായി, പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി, ഇന്നിപ്പോൾ നല്ലൊരു ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇത്
ഇതുപോലെ ഇതൊരു പയ്യന്റെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയ ഒരു പയ്യന്റെ +1 റിസൾട്ട് ആണ്. അവന് SLC മിനിമം A+ ആയിരുന്നിട്ട് പോലും +1 അവന്റെ സ്ട്രീമുകളിലെല്ലാം അവന് A+ കിട്ടി. മാത്സ് അവന്റെ സ്ട്രീമിൽ സ്കൂൾ ഉണ്ടായിരുന്നു, വേറെ ഒരു സ്ട്രീം ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ. അപ്പൊ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞെന്ന് മാത്രം. ഇപ്പൊ ഇങ്ങനെ കോഡുകളാക്കിയിട്ടാണ് ഇപ്പൊ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട. സോ നമുക്ക് ഇനി ഉള്ള മറ്റു ക്വസ്റ്റ്യനുകൾ പറയാം. അതുപോലെ തന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇപ്പം ഒരുപാട് പേർക്ക് അതിനകത്ത് ക്ലാസ്സിൽ ഇപ്പം എന്താ പറയാ ഫീസ് അതിനകത്ത് കൊടുക്കാൻ പറ്റാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാകാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിൽ വളരെ ചെറിയ ഒരു എമൗണ്ടിൽ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുകയാണ്. ആ ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. അപ്പൊ ആർക്കും ഇതിനകത്ത് അഫോർഡബിൾ ആകുന്ന രീതിയിൽ നമ്മുടെ ബാച്ചിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. 77 ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ 77 36 70 70 45. അപ്പോൾ ഓർഗാനിക് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കോഡുകളാക്കി പഠിക്കാൻ അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ളതാണ്. മറന്നു പോകാതെ, കാരണം ഓർഗാനിക് മറന്നു പോകുന്നതായിരിക്കും പലരുടെയും പ്രശ്നം. ഇനി ഞാൻ ഇതിലേക്ക് വരാം. മറ്റൊരു കോഡ് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ 4 റിയാക്ഷൻസ് ആണ്. ഒന്ന് കോഡ് വെച്ചാൽ പഠിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങൾ സാധാരണ പഠിച്ചാൽ മറന്നു പോകാം ചിലപ്പോൾ. മറക്കാതിരിക്കാൻ ഈ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അറിയുമെങ്കിലും കോഡ് കൂടി നിങ്ങൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ. കണ്ടോളൂ വീഡിയോ. വുഡ്സ് റിയാക്ഷനും നമുക്ക് എന്തുണ്ട്, വുഡ്സും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞുതരാം. ഒരു ചെയിന്, ഇതെന്താണ്, ഇത് ചെയിന് എന്ന് എഴുതുമ്പോൾ CH എന്നല്ലേ, ചെയിനിന്റെ ഫസ്റ്റ് ലെറ്റർ CH അല്ലേ, ചെയിൻ. അപ്പൊ ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ CH3. ഇനി വേറൊരു ചെയിനും CH3. അപ്പം ഇതൊരു ചെയിനും തമ്മിലാണ്. അടുത്തത് ഒരു ചെയിനും റിങ്ങും തമ്മിലാണ് ലിങ്ക് കണക്ഷൻ. ഇവിടെ ചെയിനും ഒരു റിങ്ങും വരച്ചു വെക്കുക. ഇനി എന്ത് ചെയ്യാം, അപ്പൊ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ചിലർക്ക്. അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, മാറ്റി വരച്ചേക്കാം. അപ്പം ഇത് നമ്മൾ എന്താണ്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെയിനും വരയ്ക്കുക. വളരെ സിമ്പിൾ ആണെന്നേ. ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ CH3 അല്ലേ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെയിനും ഒരു റിങ്ങും കൂടി എന്ത് ചെയ്യുക, കണക്ഷൻ വരയ്ക്കുക. ഒരു ചെയിനും ഒരു റിങ്ങും. ഇപ്പൊ സെറ്റപ്പ് അല്ലേ. ഇനി അടുത്തത് എന്ത് ചെയ്യുക, ഒരു റിങ്ങും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കുക. റിങ്ങും തമ്മിൽ എന്ത് ചെയ്യുക, കണക്ഷൻ ഉണ്ടാക്കുക. അപ്പൊ എന്താ, എളുപ്പമല്ലേ. ആദ്യം ചെയിനും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കി, കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചെയിനും റിങ്ങും തമ്മിലാക്കി, പിന്നെ റിങ്ങും തമ്മിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയാം, ഇവിടേക്ക് ഇങ്ങനെ ഒരു ആരോ ഇടുക. ഇനി നമ്മൾ ഇതിനെ അങ്ങ് മുറിക്കുക. ഇവിടെ അങ്ങ് മുറിക്കുക. അപ്പൊ മുറിച്ചാൽ എന്താ, ഇങ്ങനെ ഈ റിങ് മുറിച്ചാൽ ഇങ്ങനെ 2 റിങ് നമുക്ക് കിട്ടൂലേ. ഇടയ്ക്കുള്ള ആ കണക്ഷനും വേണേ. അപ്പൊ ഇവിടെയും എന്ത് ചെയ്യുക, ആ റിങ് നമ്മൾ എന്ത് ചെയ്യാണ്, ബെൻസീൻ റിങ് ആണ് നമ്മൾ മുറിക്കുന്നത്. അപ്പൊ നമ്മൾ ബെൻസീൻ റിങ് മുറിച്ചു, ഇവിടെ ആ കണക്ഷൻ അവിടെ ഉണ്ട്. ഇനി ഇവിടെ ചെയിൻ മുറിച്ചു, അപ്പൊ ചെയിൻ CH3 ഇങ്ങനെ ആ കണക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ റിങ് അങ്ങ് മുറിച്ചിരിക്കുകയാണ്. അപ്പോഴും അവിടെ കണക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ചെയിനും നമ്മൾ എന്ത് ചെയ്യാണ്, മുറിച്ചിരിക്കുകയാണ്. ഇവിടെ ചെയിനും നമ്മൾ മുറിച്ചിരിക്കുകയാണ്. അപ്പോഴും ആ കണക്ഷൻ അവിടെ ഉണ്ട്. ആ നടുക്കില് ആ ബോണ്ട് അവിടെ രണ്ടിനും ഇട്ട് കൊടുത്തു. ഇനി ഇത് ആരാ കൂട്ടിച്ചേർക്കുന്നതെന്ന് അറിയോ, ഒന്നുമില്ല. എല്ലാറ്റിനും നമ്മള് മുറിവിൽ ഉപ്പ് തേക്കരുത് എന്ന് പറഞ്ഞ പോലെ ഇത് മുറിഞ്ഞാ പിന്നെ അവിടെ എന്താണ്, ഉപ്പ് തേക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ ഉപ്പ് തേക്കാണ്. ഇനി 2 കഷ്ണങ്ങളില്ലേ, അപ്പൊ 2ലേക്കും നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു പ്ലസ് ഞാൻ കുറച്ച് അടുപ്പിച്ചിട്ട് കൊടുക്കുക. കാരണം അതിനകത്ത് പ്ലസ് കുറച്ച് ആ വരയിൽ നിന്ന് എന്ത് ചെയ്യുക, മാറിയിട്ട് പ്ലസ് ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഒരു പ്ലസ് ഇട്ട് കൊടുക്കാന്നേ. നമ്മൾ ഒരാളെ കൊണ്ടുവരാൻ പോവാണ്. പ്ലസ്. ഇനി ഇവിടെ 2 സോഡിയം ഇട്ട് കൊടുക്കുക എല്ലായിടത്തും. 2Na. ഇവിടെ 2Na ആണ് കേട്ടോ. ഇവിടെ 2Na എന്നാണ്. ഓക്കെ, അത് എഴുതിയതിനു ശേഷം ഇനി എല്ലാം എന്ത് ചെയ്യുക, Cl ഇട്ട് കൊടുക്കുക. ഇപ്പുറത്ത് വരക്കും Cl, ഈ വരക്കും ഒരു Cl, ഈ വരക്കും ഒരു Cl. നമ്മൾ ഉപ്പിട്ടെന്നേ, ഇവരെല്ലാം ഉപ്പിട്ടു. 2NaCl. മനസ്സിലായി. ഇതിന്റെ പേരാണ് വുഡ്സ് റിയാക്ഷൻ. അപ്പം വുഡ്സ് റിയാക്ഷൻ, ഇതിന്റെ പേര് വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ. റിങ്ങും ചെയിനും തമ്മിൽ. ഇനി ലാസ്റ്റ് എന്താണ്, ഫിറ്റിഗ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഇങ്ങനെ ചെയിൻ ആക്കി, CH3 ചെയിനും റിങ്ങും ആക്കി മുറിച്ചതിന്റെ ശേഷം എന്ത് ചെയ്തു, ആ വരകളൊക്കെ അവിടെ അതുപോലെ തന്നെ വെച്ചു. മനസ്സിലായില്ലേ, വരകളൊക്കെ എന്ത് ചെയ്തു, അതുപോലെ തന്നെ വെച്ചു. പിന്നെ നമ്മൾ ഇത് മറക്കണ്ട, നിങ്ങൾ ഇവിടെ റിയേജൻസ് ഇനിയും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള റിയേജന്റ് കൂടി നിങ്ങൾക്ക് എഴുതാനുണ്ട്. ഇവിടെ എന്ത് ചെയ്തു, പ്ലസ് എന്നിട്ടു. നമ്മൾ 2 സോഡിയം Na എന്ന് കൊടുത്ത് പ്ലസ് ഇടണേ. 2Na എന്ന് എഴുതിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പ്ലസ്. 2Na എന്ന് എഴുതിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പ്ലസ് ഇട്ടു. ഇനി ഇവിടെ എന്ത് കൊടുക്കുക, വരകൾക്കൊക്കെ
ക്ലോറിൻ കൊടുക്കുക, ക്ലോറിൻ കൊടുക്കുക, ക്ലോറിൻ കൊടുക്കുക, ക്ലോറിൻ അവിടെ കൊടുത്താൽ നോക്കുക, ക്ലോറിൻ കൊടുക്കുക, ക്ലോറിൻ കൊടുക്കുക. അപ്പം ഫിറ്റിക് എന്താ എളുപ്പമാണ്? വുഡ്സ് ഫിറ്റിക് എന്താ? മിക്സ് ആണ് റിങ്ങും. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇത് ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാണ്. ഇവിടെ എല്ലാം ഡ്രൈ ഈതർ എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇന്ന് പഠിപ്പിച്ച ഈ റിയാക്ഷൻ ഒക്കെ പഠിഞ്ഞോ? ഇതൊന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആവുന്നേ. അപ്പൊ ഇതുപോലെ കോഡുകളും ട്രിക്കുകളും ആക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഫീസ് വളരെ നമ്മൾ എന്ത് ചെയ്തിട്ട് കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ആകാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ലൈക്ക്, കമന്റ്, ഷെയർ മറക്കരുത്. നമ്മുടെ സമയപരിമിതി കാരണമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ നമുക്ക് അതിൻ്റെതായ സമയപരിമിതികളൊക്കെ ഉണ്ടാകും. അപ്പം എന്തായാലും ഞാൻ എൻ്റെ സമയം അനുസരിച്ച് വീഡിയോസ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ നമ്പർ ഞാൻ പറയാം, 77 36 70 70 45 കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. അപ്പോൾ അതിലും നിങ്ങൾ ജോയിൻ ആകാൻ മറക്കേണ്ട. അതൊക്കെ സമയപരിമിതി കാരണമാണ്. അപ്പം എന്തായാലും വീഡിയോകളുടെ ലിങ്ക് ഒക്കെ അതിനകത്ത് വരും. അപ്പോൾ ജോയിൻ ആയിക്കോളൂ കേട്ടോ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.